ഇത് നമ്മുടെ സീപോർട്ട് എയർപോർട്ടിലോട്ടുള്ള കിഡ്സ് ക്യാപിറ്റലാണ്. കുട്ടികൾക്ക് എപ്പോഴും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. വലിയ അപകടകരമായ ഐറ്റംസ് ഒന്നും അല്ലെങ്കിലും എല്ലാം നല്ല അടിപൊളി ഐറ്റംസൊക്കെയാണ്. പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കൊച്ചും കൂടെ 1 ഹവറാണ് പോയത്. നല്ല രസമുണ്ടായി. കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നമ്മുടെ സുദിയോ തുണിക്കടയുടെ മുകളിലാണ്, 2ാമത്തെ നിലയിലാണ്. നമുക്കത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. റോഡിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും കിഡ്സ് ക്യാപിറ്റലിന് എഴുതിയിരിക്കണത്. നല്ല രസമുണ്ട് കേട്ടോ. അകത്തൊക്കെ നല്ല രീതിയിൽ എല്ലാ പിള്ളേർക്കും എല്ലാ രീതിയിലും കളിക്കാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കണേ. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എൻ്റെ കൊച്ചവിടെ കയറിയിട്ടാണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ കയറി കളിക്കാൻ ഒരു ബസ് പോലത്തെ ഒരു ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്കൂൾ ബസ് പോലെ നല്ല രസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേർക്ക് കളിച്ചുല്ലസിക്കാൻ പറ്റിയ സ്ഥലമാണത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ അവർ അടിച്ച് പൊളിക്കും. ഇന്നിപ്പോൾ സ്കൂളിൽ അവധി ആയതുകൊണ്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇന്ന് മുഹറമാണ്. മുഹറത്തിൻ്റെ അവധിയല്ലേ പിള്ളേർക്ക്. ഉണ്ടാ കുറേ ബോളുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അതിൽ കിടന്ന് അവർ കളിച്ചോളും. നല്ല രസമുള്ള ഗെയിംസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് മുഹറമായിട്ട് കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. കുറച്ച് പേരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളൂ. ഇന്ന് അവധി ദിവസമായാലും ഇന്ന് മുഹറായതുകൊണ്ട് കുറേ ആൾക്കാർ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. ഉണ്ടാ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, അവർക്കൊക്കെ ഒരു സന്തോഷം. 1 മണിക്കൂർ നല്ല നല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നല്ല ഗെയിം പോലത്തെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. തൻവിയാണെങ്കിൽ കയറിയിട്ട് എല്ലാത്തിലും ഇങ്ങനെ കയറി ഞാനതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. നമുക്കും കൂടെ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ ഷോക്കിങ്സ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് പൈസ കൊടുത്ത് മേടിക്കണം. അതിന് എക്സ്ട്രാ ചാർജ് വരും. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കൊച്ചിൻ്റെ ഒപ്പം കയറുന്ന ആൾക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ എക്സ്ട്രാ പൈസ ഉണ്ട്. എക്സ്ട്രാ എത്ര പേർക്ക് വേണമെങ്കിൽ അകത്ത് കയറാം. അതിനനുസരിച്ച് പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ പിള്ളേരെ പോകുമ്പോൾ പിള്ളേരെ ഒറ്റയ്ക്ക് വിടില്ല. നമ്മളൊരാളെന്തായാലും കയറണം. നമുക്ക് ഷോക്കിങ്സ് വേണം. അതായിട്ട് കയറി അവരുടെ പുറകെ ഇങ്ങനെ നടക്കണം. 1 മണിക്കൂർ നമ്മളവരെ കുറേ ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കണം. അവർക്കൊരു രസം. നമുക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. എങ്കിലും അവർക്കൊരിക്കലും ബോറടിക്കില്ല. പിള്ളേരിങ്ങനെ കളിച്ച് മതിയാവില്ല അവർക്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ്. ഇത് ചെവിട്ടി പോകാതിരിക്കാൻ വേണ്ടി അവർ ചെവിട്ടിൽ വയ്ക്കാനായിട്ട് ഇങ്ങനെ പഞ്ഞി കയറി സാധനം. ചില പിള്ളേർ അതിൽ കിടന്ന് മറിയുക. അപ്പോൾ ചെവിട്ടിലേക്ക് കയറിപ്പോയി സാധനം. ഈ ഗ്രാനുളോസ് പോലത്തെ ഒരു സാധനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒരു കൊച്ചിൻ്റെ ചെവിട്ടിൽ ഇതുപോലെ പോയായിരുന്നു. അപ്പോൾ അവർ പഞ്ഞി വെച്ചിട്ടുണ്ട്. ആ പഞ്ഞി എടുത്ത് ആദ്യം ചെവിട്ടിൽ വെച്ചാൽ മതി. കാരണം ഇങ്ങനത്തെ ചാടി കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ പിള്ളേർ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേരുണ്ടായുള്ളൂ, 2-3 പേരുണ്ടായുള്ളൂ. ഇപ്പോൾ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇത്തിരി വലിയ പിള്ളേരാണ്. ഒരുവിധം വലിയ പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര ഇതാണ്. വോളിബോള് സെറ്റപ്പൊക്കെ ഉണ്ട്. തൻവിക്കാണെങ്കിൽ ഭയങ്കര എന്തിൽ കയറണം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പുള്ളിക്കാരി. ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പുള്ളിക്കാരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകണം അറിയില്ല. ഇന്നിപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് അച്ഛാ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. എന്താ പുള്ളിക്കാരി അതിലൊക്കെ കയറി കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഓരോ സെക്ഷനുകളാണ്. എന്താ ഈ ഒരു മേക്കപ്പ് റൂമാണ്. മേക്കപ്പ് റൂമിൽ കയറി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ സെറ്റപ്പ് അല്ലേ? വലിയ വലിയ സിനിമാടിമാരുടെ മേക്കപ്പ് റൂം പോലെയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒക്കെ റെഡിയാക്കി വെച്ചത്. ഉടുപ്പൊക്കെ ഉണ്ട് കണ്ട. അതൊക്കെ വേണമെങ്കിൽ വിയർ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്യാം. പമ്പം സെറ്റപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടില്ല. പിള്ളേർ ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യണ ആൾക്കാരാണല്ലോ. ഉണ്ടാ സ്റ്റൂളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ണാടി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ചീപ്പുണ്ട്, എല്ലാ ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസും ഉണ്ട്. അവർക്കത് എൻജോയ്മെൻറ്റ് ചെയ്യാം. ഉണ്ട് അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിന് മുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണേ പുള്ളിക്കാരിക്ക് ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ഫുട്ബോൾ കോർട്ടുണ്ട്, ചെറുത് പിള്ളേരെ ഫുട്ബോൾ കളിക്കാനുണ്ട്. അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റും ചെറിയ പിള്ളേർക്കൊക്കെ. ഞാനും തന്മയും കൂടെ ഒരു പ്രാവശ്യം പോയിട്ട് ഫുട്ബോൾ കളിച്ചു. അന്ന് ആരും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഒരുവിധം വലിയ പിള്ളേരാണ് കളിക്കണത്. രസമുണ്ട് അവിടെ കളിക്കാനായിട്ട്. അവിടെ വലിയ പിള്ളേരാ. തൻവി മേക്കപ്പ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. തൻവിക്ക് മേക്കപ്പ് റൂം അങ്ങോട്ട് പിടിച്ചുപോയി. തൻവിക്ക് കൂട്ടായിട്ടൊരു പെങ്കൊച്ചും കൂടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ വഴക്കൊന്നിടാണ്ട് ഇരിപ്പുണ്ട്, കുറുമ്പൂത്താണ്ടേ. വേണ്ട വേറെ കുറേ ആൾക്കാരൊക്കെ വന്നാൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റലിലെ സെറ്റപ്പാണ്ടത്. എങ്ങനെയുണ്ടെന്ന് നോക്കി. പുള്ളിക്കാർക്ക് ഹോസ്പിറ്റൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നോട് അകത്തേക്ക് കയറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ ഉടുപ്പൊക്കെ ഉണ്ട്, ഡോക്ടറിൻ്റെ നേഴ്സിൻ്റെ ഒക്കെ ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരി അതൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. അതൊക്കെ ഇടാനറിയാവോ? അതൊക്കെ എടുത്തിട്ടിട്ട ആൾക്കാരൊക്കെ മനസ്സിലായി. ആളതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. അമ്പോ, ഒരു കൈ കാണുള്ളല്ലോ. ഒരു കൈ അവിടെ പോയി. കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. എന്നെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറി ഇരിക്കട്ടെ. എന്നെ പരിശോധിക്കാനാന്ന് തോന്നുന്നു. അകത്തേക്ക് കയറി വിളിക്കുന്നുണ്ട്. സുഖമില്ലാന്നോ ഡോക്ടറെ? എന്തെങ്കിലും മരുന്നാ ഡോക്ടറെ? അയ്യോ, വന്നപ്പോൾ തന്നെ ഇഞ്ചക്ഷനാ. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിൽ നിന്ന് കുത്തിപ്പൊട്ടിക്കുന്നു തോന്നുന്നു. വലിയ ഡോക്ടറാന്ന വിചാരം. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്യും മിക്കവാറും. എന്നിട്ട് പ്രഷർ നോക്കണതാ. അത് വേണേ നോക്കിക്കോ. കൊള്ളാലോ, വമ്പ സെറ്റപ്പാണ് കേട്ടോ ഡോക്ടർമാരുടെ സെറ്റപ്പ്. എന്തൊക്കെ BP നോക്കണേ. അതെത്തൂല മോനെ, എൻ്റെ കയ്യിൽ അതെത്തൂല. ഒരു ബോക്സ് തന്നെ ഉണ്ട് കേട്ടോ അവരുടെ. നല്ല രസമുണ്ട് ഉള്ളൊക്കെ കാണാനായിട്ട്. എനിക്ക് മരുന്നൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതായത് വ്യക്തിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പ് തന്നെ ഇവിടെ നിന്ന് വെച്ചാൽ. അമ്പോ, എന്നെ പരിശോധിക്കാൻ വന്നേക്കോണോ? ഹാർട്ട് പരിശോധിക്കുക. ഇതെന്ത് പനി പരിശോധിക്കണം? പനിയുണ്ടാ? പനിയുണ്ടെന്നാ പറയണേ. ഹാർട്ട് പരിശോധിക്കട്ടെ ഏട്ടാ. വലിയ ഡോക്ടറാണെന്ന് വിചാരം. അവിടെ നിന്ന് നേരെ അടുത്ത റൂമിലേക്ക് പോയി. ഇവിടെ അതിലും സെറ്റപ്പ് ഡിജിറ്റലാണ്, ഫുൾ ഡിജിറ്റൽ. ഇപ്പുറത്ത് വലിയ ഫ്ലാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പം ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. വള്ളത്തോൾ ജംഗ്ഷനല്ലേ, ഡെവലപ്പായിട്ടുള്ള ഒരു ജംഗ്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വള്ളത്തോൾ ജംഗ്ഷൻ. ആ വള്ളത്തോൾ ജംഗ്ഷനിൽ തന്നെയാണ് ഇത് പണിത് വെച്ചേക്കണേ. എന്തൊക്കെയാണെങ്കിലും നല്ല കളർഫുള്ളാണ് കേട്ടോ. എന്തോ ഗെയിമൊക്കെ ഉണ്ട് ഇവിടെ. ബോൾ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടില്ല. അത് കൊള്ളാം. ഫുൾ ടോട്ടലി കളർഫുള്ളാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതെന്താ ഡാൻസ് കളിക്കാനുള്ള സ്ഥലമോ? ഇവിടുന്ന് ഡാൻസ് കളിക്കണം. ഞങ്ങൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങണേണ്. ഞങ്ങൾ ടൈം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ആൾക്ക് വിശക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഇവരുടെ തന്നെ. ഇച്ചിരി കത്തിയാന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റ് കേട്ടേക്കണം. ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇത്തിരി കത്തിയായിരുന്നു. ഇപ്പോൾ ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കട്ടെ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പ്. എല്ലാവരും അത്യാവശ്യം വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കണ ഐസ്ക്രീം കാത്ത് തൻവി ഇരിക്കുകയാണ്. തൻവിയുടെ ഐസ്ക്രീം വന്നിട്ടില്ല. ഞാൻ എൻ്റെ റോഡ് സൈഡ് കാണിച്ചിരുന്നുണ്ട്. അതായത് റോഡ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കാണാം. വള്ളത്തോൾ ഹൈവേ. വണ്ടികളൊക്കെ പോകണണ്ട. വണ്ടികളൊക്കെ ഇതിൻ്റെ നിരയായിട്ട് പോകണുണ്ട്. അവിടെ നിന്നാൽ തന്നെ നമുക്ക് ഈ കിഡ്സ് ക്യാപിറ്റലിൻ്റെ ബോർഡ് കാണാം മുകളിൽ, രണ്ടാമത്തെ നിലയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നെങ്കിൽ വരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഞങ്ങളപ്പോൾ
താഴത്തേക്ക് പോവാണ്, ലിഫ്റ്റ് വഴി താഴത്തേക്ക് പോവാണ്. താഴത്താണ് കാറ് പാർക്ക് ചെയ്തേക്കണേ. കാറിൽ കയറി പോകാനുള്ള സെറ്റപ്പിലാണ്. -1 പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇത് രണ്ടാമത്തെ നിലയാണ്, താഴത്തേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ നമ്പറുണ്ട് വീഡിയോയുടെ ഈ യൂട്യൂബിൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എറണാകുളത്തുള്ളവർക്ക് ഒരുവിധം പരിചയമുള്ള ആൾക്കാരായിരിക്കാം. അല്ലാത്തവരുണ്ടെങ്കിൽ എനിക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ യൂട്യൂബിലുണ്ട്. ഞങ്ങളിതേ കാർ പാർക്കിങ്ങിലേക്ക് എത്തി. അങ്ങനെ കാർ പാർക്കിങ് ഞങ്ങൾ അവിടെ ഇതാണ്, കാറ് ഒക്കെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് വള്ളത്തോൾ ജംഗ്ഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ.